ഇന്നലെ ഡബിളോട് ഡബിൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. 3 താരങ്ങൾ ഇരട്ട ഗോൾ നേടിയ ഒരു രാത്രിയാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു രാത്രി. മത്സരം നടക്കുമ്പോൾ അത് സമനിലയിൽ കലാശിച്ചാൽ ഒരു നിരാശയാണ്. നല്ലൊരു ഗോൾ കണ്ടിട്ടുറങ്ങാം എന്ന് കരുതി തന്നെയായിരിക്കും എല്ലാവരും കളി കാണുക അല്ലേ. ഏതായാലും ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് റൺ ആവേശകരമാവുകയാണ്. വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. വിനേഷ്, അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിരുന്നു. എംബാപ്പയുടെ ആ ഡബിൾ അതും മനോഹരമായിരുന്നു. ഹാളണ്ടിനെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ വിട്ടുപോകുന്നുണ്ട് ഈ പ്രമുഖ താരങ്ങൾക്കിടയിൽ. അതെ, വിടാൻ പറ്റില്ല എന്നതാണ്. കാരണം ഇന്നലത്തെ മത്സരങ്ങൾ വരുമ്പോൾ എല്ലാം നല്ല മത്സരങ്ങൾ തന്നെയായിരുന്നു. നോക്കുക, ഈ ലോകകപ്പ് തുടങ്ങി ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ഗോൾഡൻ ബൂട്ടിനേക്കുള്ള മത്സരം അത് ടൈറ്റ് ആകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇന്നലത്തെ 3 മത്സരങ്ങൾ വരികയാണെങ്കിൽ 1 അർജന്റീനയുടെ മത്സരം, 2 ഫ്രാൻസിന്റെ മത്സരം, 3 നോർവേയുടെ മത്സരം. ഓരോ താരങ്ങളും അതിൽ അർജന്റീനയുടെ മത്സരത്തിൽ ലയണൽ മെസ്സി ഇരട്ട ഗോൾ നേടുന്നു, മറുവശത്ത് കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടുന്നു, അതുപോലെ തന്നെയാണ് ഹാലണ്ടും ഇരട്ട ഗോൾ നേടുന്നത്. ഈ മെസ്സി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ എംബാപ്പെ ഞാനും ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് പിറകിൽ വരുന്ന പോലെ ബഹുദൂരം മുന്നിൽ ഓടി രക്ഷപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനുണ്ട് തൊട്ട് പിന്നിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ താരങ്ങളുള്ളത്. നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ താരങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ഈ 3 താരങ്ങളാണല്ലോ ഇന്നലത്തെ മത്സരങ്ങളിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത് എംബാപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം. മത്സരം അതെ, യുവതാരമാണ്. ഈ പറഞ്ഞ പോലെ ഈ തവണ മെസ്സിയൊക്കെ അരങ്ങൊഴിയുമെന്ന് പറയുമ്പോൾ ഇനി ആര് ഫുട്ബോളിന്റെ സൗന്ദര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് തോന്നും. അപ്പോൾ കിലിയൻ എംബാപ്പെ നമ്മുടെ ഇന്നലത്തെ മത്സരത്തിന്റെ സൂപ്പർ സ്റ്റാർ. കണക്കുകൾ നോക്കിയാൽ 2 ഗോൾ, 8 ഷോട്ട്, 3 ലക്ഷ്യത്തിൽ. അതെ, 8 ഷോട്ടാണ്, അതിൽ 3 ലക്ഷ്യത്തിലാണ്, അതിൽ 2 ഗോളായിട്ടുമുണ്ട്. ആകെ 59 ടച്ചുകൾ. ആ ടച്ചുകളിൽ 10 ടച്ചുകളും എതിർ ടീമിന്റെ ബോക്സിലാണ് എന്നുള്ളതാണ്. പാസിന്റെ എണ്ണം കാണാം, 39 പാസുകൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ഇന്നലത്തെ മത്സരത്തിൽ കിലിയൻ എംബാപ്പയുടെ മൈതാനത്തെ കോൺട്രിബ്യൂഷൻ. ഫ്രാൻസിന്റെ നല്ല എംബാപ്പയുടെ മൂവുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. അതെ, ആ ഒരു വേഗം എന്നൊക്കെ പറയുന്നത് എംബാപ്പെ അങ്ങനെ തന്നെയാണ്. മൈതാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഫുട്ബോൾ ലെജൻസിനോട് പലരോടും ചോദിക്കുമ്പോഴും ഏറ്റവും വേഗമേറിയ താരത്തിനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ പലരും സെലക്ട് ചെയ്യുന്നത് എംബാപ്പയെ തന്നെയാണ്. അത് ഈ അടുത്ത കാലത്തെ താരങ്ങളെ, പഴയ താരങ്ങളടക്കം എംബാപ്പയെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ്. എംബാപ്പയിൽ നിന്ന് നമുക്ക് ഹാലണ്ടിലേക്ക് പോകാം. മറ്റൊരു വേഗതാരമാണ് ഹാലൻഡ് എന്ന് പറയുന്നത്. മൈതാനത്തിറങ്ങിയാൽ ഒരു സിംഹത്തെ പോലെ ഓടി അടുക്കുന്ന ഹാലണ്ടും ഇന്നലെ 2 ഗോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും 2 ഗോൾ നേടിയിരുന്നു. ആ കണക്കിലാണ് കാണുന്നത്. 5 ഷോട്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇരട്ട ഗോളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോക്സിലേക്ക് 9 ഷോട്ടുകൾ ഉണ്ടായിരുന്നതാണ്. അതിലെ ടച്ചുകൾ, അതിൽ 9 ടച്ചുകൾ ബോക്സിനുള്ളിലായിരുന്നു എന്നുള്ളതാണ്. ഷോട്ട് 5 വരുന്നു, അതിൽ 3 ലക്ഷ്യത്തിലേക്ക് പോകുന്നു. ടച്ചുകളുടെ എണ്ണം വരുമ്പോൾ അത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു പക്ക സ്ട്രൈക്കറുടെ റോളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ടച്ച് എന്ന് പറയുന്നത് 23. പക്ഷേ ആ സമയം കൊണ്ട് ആ 23 ടച്ചിൽ നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബോക്സിനുള്ളിൽ 9 ടച്ച്. പാസുകളുടെ എണ്ണം നോക്കുക, 11 പാസുകൾ മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. ഏറ്റവും മുന്നിൽ കളിക്കുന്ന ഒരു താരം. ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ നോർവേ എന്ന് പറഞ്ഞാൽ ഹാളണ്ടിനെ വെച്ചാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നോർവേ എന്ന് പറയുന്നത് ഹാളണ്ട് മാത്രമല്ല, താരങ്ങൾ ആ ടീം സെറ്റാണ്. ഈ എംബാപ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹോളണ്ടിന്റെ ഈ പറഞ്ഞ പോലെ വേഗവും നീക്കങ്ങളും കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കാലം കിടക്കുന്നു എന്നുള്ളതാണ്. ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യവും അത് തന്നെയാണ്. നമ്മൾ ചില പേരുകളിൽ മാത്രം ഒതുങ്ങാതെ ഇത്തരം താരോദയങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നതും സന്തോഷകരമാണ്. ഇനി നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന മറ്റൊരു താരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 38 ലയണൽ മെസ്സി. 38 വയസ്സിന്റെ അവസാനത്തെ ദിനമാണ് ഇന്ന് എന്ന് പറയുന്നത്. നാളെ 39 വയസ്സ് തികയാണ്. ലയണൽ മെസ്സി ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകൾ നേടി. ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടിയ ലയണൽ മെസ്സി 2 ഗോൾ നേടുന്നു എന്ന് മാത്രമല്ല 7 ഷോട്ട്. ആ 7 ഷോട്ടിൽ 4 ലക്ഷ്യത്തിലേക്കാണ്. അതിൽ 2 ഗോളായിട്ടുണ്ട്. ഒരു പെനാൽറ്റി മിസ്സൊക്കെ നമുക്ക് ആദ്യം വലിയ നിരാശയായി പോയി ആ പെനാൽറ്റി മിസ് ചെയ്തത്. കാരണം നമ്മൾ ഈ റെക്കോർഡിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അത് മിസ്സായത് എന്ന് ഓർക്കണം. അതെ, അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ടച്ചുകളുടെ എണ്ണം നോക്കുക, 71 ടച്ച്, 58 പാസ്, ബോക്സിനുള്ളിൽ 8 ടച്ച്. അപ്പോൾ ആ വ്യത്യാസം ലയണൽ മെസ്സി അങ്ങനെ കളിക്കുന്നു. ഒരു ഫാൾസ് 9 പൊസിഷനിൽ തന്നെയായിരുന്നു ഇന്നലെ ലയണൽ മെസ്സി കളിച്ചത് എന്നുള്ളത് തന്നെയാണ് ആ മത്സരത്തിൽ നിന്ന് കണ്ടത്. കാരണം ലയണൽ മെസ്സി ഇറങ്ങി വരുന്നു, പന്തെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, ചാൻസസുകൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നു, അവരടിച്ചില്ലെങ്കിൽ സ്വയം അടിക്കുന്നു. ആ രീതിയിലുള്ളൊരു കളി ഏതായാലും ലയണൽ മെസ്സി. അതും ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സിയുടെ ഒരു തനത് ശൈലി, അതേ രീതിയിൽ തന്നെയുള്ള ഒരു കളി, ഒരു ഭംഗിയുള്ള മത്സരമായിരുന്നു. ഞാൻ എപ്പോഴും കുറച്ച് കാൽപ്പനികതയും കൂടി ഫുട്ബോളിൽ വേണം എന്ന് പറയുന്നതാണ്. തീർച്ചയായും. അപ്പൊ മെസ്സി ആവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അത് തന്നെ കാണണം. നോക്കൂ, ഈ ഗോൾഡൻ ബൂട്ട് മത്സരത്തിന് മുന്നിലുള്ള താരങ്ങൾ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഒന്ന് നോക്കാം. നമ്മുടെ താരങ്ങളെ നോക്കിയാൽ ഇതാ ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ്, ജൊനാഥൻ ഡേവിഡ്, ഡെയ്സ് ഉണ്ടേവ്. അപ്പോൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്ന
ഒരു നിര ഉണ്ട്. ലയണൽ മെസ്സി ഉണ്ട് തീർച്ചയായും. ആദ്യത്തെ 3 പൊസിഷൻ നോക്കുക. ആദ്യത്തെ 3 പൊസിഷൻ നോക്കുമ്പോൾ 1 ലയണൽ മെസ്സിയാണ്, 2 എംബാപ്പയാണ്, 3 ഹാലൻഡാണ്. അതിൽ സർപ്രൈസ് എൻട്രിയാണ് ഈ പറയുന്ന കാനഡയുടെ ജൊനാഥൻ ഡേവിഡും ജർമ്മനിയുടെ ഡെനിസ് ഉണ്ടേവും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഹാരി കെയ്ൻ ഒരു കളി കളിച്ചിട്ടുള്ളൂ, ഇരട്ട ഗോൾ നേടിയിട്ടുണ്ട്. വിനീഷ്യസ് ഇതിനോടൊക്കെ 2 ഗോൾ നേടിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ എന്ത് രസമായിരിക്കും. അതെ, ഇതിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഈ അടുത്ത റൗണ്ട് കൂടി കഴിയുമ്പോൾ അതിന്റെ ഒരു എണ്ണം അതെന്താകും എന്ന് നമുക്ക് അപ്പോൾ ഒന്നുകൂടി നോക്കണം. ഏതായാലും മെസ്സി 5 ഗോൾ, കിലിയൻ എംബാപ്പയും ഹാലൻഡും 4 വീതം, ജൊനാഥൻ ഡേവിഡ് 3, ഡെനിസ് ഉണ്ടേവ് 4. 3 ഗോൾ. അല്ല 3 ഡെനിസ് ഉണ്ടേവ്. അത് ഉണ്ടേവിന്റെ പറയേണ്ടത് പകരക്കാരനായി വന്നാണ് 2 മത്സരങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല, പകരക്കാരനായി വന്നുകൊണ്ടാണ് അദ്ദേഹം ഗോൾസ് എന്ന് നോക്കുന്നപ്പോൾ മിശിഹാദന്റെ ഗോൾഡൻ ബൂട്ടുമായി പോകുമെന്നാണ് എന്റെ പ്രവചനം. അങ്ങനെ തന്നെ ആവട്ടെ. എംബാപ്പെ ഹാലൻഡിനെ ഒന്നും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. നമുക്ക് ഇന്നത്തെ മത്സരങ്ങളിലേക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. ഇതാ CR7 ആരാധകരെ, ഇന്ന് പോർച്ചുഗൽ ഇറങ്ങുകയാണ് ജീവൻ മരണ പോരാട്ടത്തിന് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരമാണ് ഇന്നിപ്പോൾ ഏറ്റവും ആവേശത്തോടെ നമ്മൾ കാത്തിരിക്കുന്നത്. കോങ്കോയെ കണ്ടതുപോലെ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ കാണുമെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ചുകൂടി അനായാസമായിരിക്കുമെന്ന് ആദ്യ മത്സരം പ്രതീക്ഷിച്ചു. അത് ടൈറ്റായി, സമനില കുരുക്ക് അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെ ഏതായാലും 2 കൽപ്പിച്ച് 2 or 4 കൽപ്പിച്ച് തന്നെ തന്നെയാണ് തോന്നുന്നത്. ഇതിൽ ഇന്നിപ്പോൾ CR7ന്റെ തകർപ്പൻ ഗോളുകൾ കാണുമോ എന്നതാണ് ആരാധകരെ സംബന്ധിച്ചും ആകാംക്ഷയുള്ളത്. 10:30-ക്കാണ് മത്സരം, അതുകൊണ്ട് വലിയ ഉറക്കം കളയാതെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ മത്സരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാരി കെയ്ൻ വീണ്ടും ആഞ്ഞടിക്കുമോ, ഇന്ന് 2 ഗോൾ അടിക്കുമോ, ആ ഒരു കാറ്റ് വീശുമോ എന്നുള്ളതാണ്. ഘാനയാണ് എതിരാളികൾ, ശക്തരായ എതിരാളികളാണ്. ആഫ്രിക്കൻ കരുത്തുമായി വരുന്ന ഘാനയുമായി ഇംഗ്ലണ്ട് ഏറ്റുമുട്ടും. മത്സരം എന്ന് പറയുന്നത് പുലർച്ചെ 1:30 അല്ലെങ്കിൽ പാതിരാത്രി 1:30 എന്ന് പറയാം. ഇനി അടുത്ത മത്സരം കൂടി ആവേശകരമാകാൻ പോകുന്ന ഒരു മത്സരമാണ്. ക്രൊയേഷ്യ പനാമ മത്സരമാണ്. അത് പുലർച്ചെ 4:30-ക്കാണ്. ക്രൊയേഷ്യ ആദ്യ മത്സരത്തിൽ തോറ്റുവരികയാണ്. ഇംഗ്ലണ്ടിനോട് തോറ്റുവരുന്ന ക്രൊയേഷ്യക്ക് ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. പുലർച്ചെ 4:30 ആ മത്സരം നടക്കുക. അടുത്തത് കൊളംബിയയും ഒപ്പം കോങ്കോയും. കോങ്കോയുടെ നമ്മൾ ചെറുതാക്കി കാണണ്ടെന്ന് പറഞ്ഞതുപോലെ അതും ഒരു രസകരമായ മത്സരമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ഓസ്ട്രിയയുടെ കളി ഇതുപോലെ കണ്ടതാണ്. നല്ല മത്സരമായിരുന്നു. രാവിലെ 9:30-ക്കായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. നല്ല മത്സരമായിരുന്നു. 3 ഗോളിനാണ് ഓസ്ട്രിയ ജയിക്കുകയും ചെയ്തത്. അപ്പോൾ അതാണ് പോർച്ചുഗൽ നിർണായക മത്സരത്തിന് ഇറങ്ങുകയാണ്. CR7നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് അനിവാര്യമാണ്. ആരാധകർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്.